സിസ്റ്റ് അതിന് ചികിത്സ ആവശ്യമുണ്ടോ, അത് ഭാവിയിൽ ക്യാൻസറോ മറ്റോ ആയി മാറുമോ, പല സ്ത്രീകളുടെയും സംശയമാണ്. എന്താണ് നെബോത്തിയൻ സിസ്റ്റ് എന്നും അതിനെന്തൊക്കെയാണ് ചികിത്സ വേണ്ടതെന്നും അതിന് മറ്റ് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നും നമുക്കൊന്ന് പരിശോധിക്കാം. നെബോത്തിയൻ സിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് യൂട്രസിനെ കുറിച്ചൊന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു. യൂട്രസിനും പ്രധാനമായിട്ടും, അതായത് ഗർഭപാത്രത്തിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ബോഡി, അത് കഴിഞ്ഞ് ബോഡിയുടെ താഴ്ഭാഗം മുതൽ വജൈനയുടെ മുകൾ ഭാഗം വരെ നീണ്ടു നിൽക്കുന്ന സെർവിക്സ്, അതിന് സെർവിക്സിന്റെ താഴ്ഭാഗം മുതലുള്ള വജൈന. ഇതാണ് യൂട്രസിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ഈ സെർവിക്സിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികൾ ഒരുതരം മ്യൂക്കസ്, അതായത് വഴുവഴുപ്പുള്ള ഒരു ജെല്ല് പോലുള്ള ഒരു സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്തെങ്കിലും കാരണവശാൽ ഈ ഗ്രന്ഥികൾ അടഞ്ഞു പോവുകയാണെങ്കിൽ, ഈ ഓൾറെഡി അതിനുള്ളിലുള്ള മ്യൂക്കസ് പുറത്തു പോകാതെ, അല്ലെങ്കിൽ ജെല്ല് പോലുള്ള ദ്രാവകം പുറത്തു പോകാതെ അതിൽ കെട്ടിക്കിടക്കുകയും ക്രമേണ ഇത് വലിപ്പം വെച്ച് ചെറിയൊരു ബമ്പ് അല്ലെങ്കിൽ ചെറിയൊരു കുമിള പോലെ ആയി മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് നെബോത്തിയൻ സിസ്റ്റ് എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ വലിപ്പം കൂടിയ ഈ നെബോത്തിയൻ സിസ്റ്റ് പൊട്ടുകയും അങ്ങനെ ഇതിനുള്ളിലുള്ള ഒരു ഈ മ്യൂക്കസ് അല്ലെങ്കിൽ ഈ വഴുവഴുപ്പുള്ള ദ്രാവകം ഒരു വൃത്തികെട്ട സ്മെല്ലോടുകൂടിയും കുറച്ച് രക്തത്തോടുകൂടിയും വജൈന വഴി പുറത്തു പോകുന്നു. ഇതാണ് നെബോത്തിയൻ സിസ്റ്റിന് സംഭവിക്കുന്നത്. ഇനി എന്താണ് നെബോത്തിയൻ സിസ്റ്റ് ഉണ്ടാകാനുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതായത് 30 വയസ്സിനും 50 വയസ്സുള്ള സ്ത്രീകളുടെ ഇടയിലാണ് ഇത് കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് സർവീക്സിന് വരുന്ന വല്ല ഇഞ്ചുറി അല്ലെങ്കിൽ മുറിവുകളും ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സർവീക്സിന് വരുന്ന ഇൻഫെക്ഷൻസും, അതായത് സെർവിസൈറ്റിസും ഇതിനൊരു കാരണമാണ്. ഇതാണ് നെബോത്തിയൻ സിസ്റ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഇനി ഇതിനെന്തെങ്കിലും ചികിത്സ വേണമെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ നെബോത്തിയൻ സിസ്റ്റിന് ഒരു ചികിത്സയും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഇനി ചില സന്ദർഭങ്ങളിൽ ഒരുപാട് ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഗ്രന്ഥികൾ ഇങ്ങനെ വലുപ്പം വെക്കുകയും അങ്ങനെ സ്വതവേ ഇടുങ്ങിയ സർവീസിനെ കൂടുതൽ ഇടുങ്ങിയതാക്കുകയും ചെയ്യുമ്പോൾ പാപ്സ്മിയർ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഇലക്ട്രിക് കോട്ടറൈസേഷൻ പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഗൈനക്കോളജിസ്റ്റുകളുടെ അവരുടെ പതിവ് പരിശോധനയ്ക്കിടയിലോ അതല്ലെങ്കിൽ മറ്റു വല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്രസ് സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ MRI ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. പൊതുവെ നിരുപദ്രവകരമാണ് ഈ നെബോത്തിയൻ സിസ്റ്റ് എന്ന് സാരം. അതുകൊണ്ട് തന്നെ അതിന് ചികിത്സ ആവശ്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത് ഭാവിയിൽ ക്യാൻസറോ മറ്റോ ആകാനുള്ള സാധ്യത തീരെ ഇല്ല എന്നുള്ളതാണ്.